Hey guys, welcome back to my channel and welcome back to another vlog. ഇതെൻ്റെ രണ്ടാമത്തെ വോയിസ് ഓവർ വീഡിയോ ആണ് കേട്ടോ. ഈ ചാനലിൽ വോയിസ് ഓവേഴ്സ് വേണ്ടാന്ന് പ്ലാൻ ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ചില കോമൻറ്റ്സുകൾ കണ്ടപ്പോൾ അതായത് അവർ വോയിസ് ഓവേഴ്സ് വേണം എന്നുള്ള രീതിക്ക് കോമൻറ്റ് ചെയ്തപ്പോൾ ഐ വാസ് ലൈക്ക് എന്താ ചെയ്യുക, വേണോ വേണ്ടേ, അങ്ങനൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ റീസെൻ്റായിട്ട് വന്നൊരു കോമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്ത് എൻ്റെ നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു ചെയ്തു. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ ഇങ്ങനെ അതായത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ശീലമായപ്പോഴേക്ക് ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ എന്തോ ഒരു പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ വോയിസ് ഓവേഴ്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 10 AM ആണ് കേട്ടോ. ഞാൻ തലേ ദിവസം കുറച്ച് ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ചായിട്ടുള്ള ശീലമാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അതെൻ്റെ ഫസ്റ്റ് ചാനലിലത്തെ യൂഷ്വൽ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവും, എൻ്റെ എല്ലാ വ്ളോഗിലും ഉണ്ടാവും ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ എൻ്റെ 2025 വിഷൻ ബോർഡിൽ ഒരു വിഷനായിരുന്നു ജിമ്മിന് പോകണം എന്നുള്ളത്. അതൊക്കെ ആ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത്, പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ ലണ്ടനിലായപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ, എന്നാൽ അവിടെ നിന്ന് പോകാം. പക്ഷേ അവിടെ ഞങ്ങളുടെ അടുത്തൊന്നും ജിമ്മില്ലായിരുന്നു. ചെഷണ്ട് പറഞ്ഞ സ്ഥലത്ത് പോകണമായിരുന്നു. ചെഷണ്ട് നമുക്ക് അടുത്താണ്, പക്ഷേ ട്രെയിൻ ത്രൂ ട്രാവൽ ചെയ്യണം. മോർണിംഗ് 6 AM എണീറ്റ് റെയിൽവേ സ്റ്റേഷനിൽ കൂടുക, ട്രെയിൻ കയറി പോവുക, പിന്നെ വർക്കൗട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് ട്രെയിൻ കയറി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു വിധമാകും. അപ്പോൾ തോന്നി വേണ്ട, അത് നമുക്ക് ബേബീസ് ഉള്ളതുകൊണ്ട് 6 AM ആണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ടൈം. പക്ഷേ നമുക്ക് കംഫർട്ടബിൾ ആ ടൈം ആണെങ്കിലും ഞങ്ങൾ കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ വേണ്ട, നാട്ടിലെത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ വന്ന് ഫസ്റ്റ് ജിമ്മിന് ജോയിൻ ചെയ്തു. അങ്ങനെ 2025 ആ വിഷന് 2026 കംപ്ലീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് എൻ്റെ ജിം ബാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി ഒരു 12 o'clock ആകുമ്പോഴാണ് ജിമ്മിന് പോകാറ്. അപ്പം അത് ഞാൻ എൻ്റെ കോയിൻ പൗച്ചും അതിൽ അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ക്യാഷ് മാത്രമേ അതിൽ വെക്കാറുള്ളൂ. അല്ലാത്തതൊക്കെ ഗൂഗിൾ പേ ആണ് അധികം യൂസ് ചെയ്യൽ. പിന്നെ എൻ്റെ ജിമ്മിന് ഞാൻ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ, പിന്നെ ഇതെൻ്റെ ജിം വെയർ ആണ്. ഇത് ഞാൻ സവാനയിൽ നിന്ന് റീസെൻ്റ്ലി വാങ്ങിച്ചതായിരുന്നു. അത് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഞാൻ യൂഷ്വലി പോകുമ്പോഴേ ജിം വെയർ ഇട്ടിട്ട് തന്നെ പോവാറ്. പക്ഷേ ഇന്ന് എനിക്ക് അതായത് ജിമ്മിന് പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഷോപ്സിലൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകാം, എന്നിട്ട് അവിടുന്ന് അതായത് ജിമ്മിൽ എത്തിയിട്ട് ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ജിം ബാഗ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടിയാൽ താഴെ കൊടുക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഒരു ക്രോസ് ബോഡി ബാഗ് ആണ്, പക്ഷേ ഇപ്പോഴേക്ക് അതുകൊണ്ട് കാര്യമായിട്ട് യൂസൊന്നുമില്ല. പിന്നെ അത് നമ്മൾ വാങ്ങിയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ വിചാരിച്ചു ജിമ്മിന് യൂസ് ചെയ്യാം, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ കൊണ്ടുപോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലണ്ടനിലേക്ക് പോയ സമയത്ത് എൻ്റെ കുറേ സാധനങ്ങൾ ഇതുപോലെ കാർട്ടൂൺ ബോക്സിലും ഇങ്ങനത്തെ ഓർഗനൈസേഴ്സിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് ഞാൻ ആദ്യമൊക്കെ അതായത് നമ്മൾ ലണ്ടനിൽ നിന്ന് കൊടുന്ന കുറേ ലഗേജുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്നാൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും കുറേ സാധനങ്ങൾ എൻ്റെ സൂട്ട് കേസിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കാരണം റൂമിൽ ഇപ്പോൾ സ്ഥലമല്ല വെക്കാൻ. ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് റൂമിൽ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇപ്പോൾ കൊടുന്ന് ഇനി കുറേ സാധനങ്ങൾ കാർഗോ വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെ വെക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇനി ഒരു വാർഡ്രോബ് പുതുത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു വാർഡ്രോബായിട്ട് ഉണ്ടാക്കിയാൽ അതിൽ കുറച്ച് സാധനങ്ങളും അതായത് എൻ്റെ ഇങ്ങനത്തെ പേഴ്സണൽ സ്റ്റഫുകൾ ഉണ്ടാവില്ല, ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും അതൊക്കെ എടുത്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പേസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഉള്ളൂ എനിക്ക് മൊത്തത്തിൽ അതായത് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ഇപ്പോൾ ഞാൻ ലണ്ടനിലേക്ക് പോയ സമയത്ത് എൻ്റെ ഓൾറെഡി ഇവിടെ ഉള്ളൊരു വാർഡ്രോബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ആകുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അതായത് എല്ലാം ബാക്ക് ടു ആക്ഷൻ എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഓർഗനൈസർ ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതിലത്തൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ യൂസ് ചെയ്ത സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഇതിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ വാഷി ടൈപ്സ് ഉണ്ട് മെസ്സപ്പായി കിടക്കുന്നതിൽ. എൻ്റെ വാഷി ടൈപ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഓർഗനൈസർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏതോ ഒരു കാർട്ടൂൺ ബോക്സിൻ്റെ താഴെ തോന്നുന്നുണ്ട്. അതിന് മുകൾക്ക് കുറേ സാധനങ്ങളുണ്ട്. അപ്പം ആ കാർട്ടൂൺ ബോക്സ് ഞാൻ സോർട്ട് ചെയ്യുമ്പോഴുള്ള അതൊക്കെ കിട്ടുക. അപ്പം ഞാൻ തൽക്കാലം അതായത് ഈ പെഗ് ബോർഡിലെ ഒരു ഹോൾഡറിൽ ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ പ്രാന്ത് കടിക്കൂട്ടോ. അതായത് അതായത് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന അന്ന് ഇതൊക്കെ എടുത്ത് ഓർഗനൈസ് ചെയ്യാമെന്ന് നിന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിന് പോയത്, വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴേക്ക് റൂം ആകെ മെസ്സപ്പായിരുന്നു. ഇതൊക്കെ കൂടെ ഇനി ഞാൻ പിന്നെയും ക്ലീൻ ചെയ്യണമല്ലോ. സത്യം പറഞ്ഞാൽ തലപ്രാന്ത് കടിക്കുന്ന പരിപാടിയാണ് ഈ സോർട്ട് ചെയ്യൽ.
പിന്നെ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഉണ്ട്. മറ്റേത് പഴയത് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ പുതുതും കുറേ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിത് ഓർഗനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. 1-2 സ്റ്റെപ്പാണെങ്കിൽ കുഴപ്പമില്ല, അതായത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഗ്രാജുവലി അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരു ഇതിൽ ഒരുമിച്ചൊരു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയല്ലേ, അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവും സോർട്ട് ചെയ്യാനും. അപ്പോൾ അതായത് കുറച്ച് ഭയങ്കര പണിയായിട്ട് ഇങ്ങനെ തോന്നും. പിന്നെ ഇതിലൊക്കെ ചിലതൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഞാനിപ്പോൾ തൽക്കാലം ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അതായത് തന്നെ ജേർണലിങ്ങിന് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല, ഈ ഡോട്ടഡ് സ്റ്റിക്കേഴ്സും അങ്ങനത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലിട്ട് വെക്കുന്നുണ്ട്. ഇനി എൻ്റെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്, അതൊന്ന് ഇപ്പം ഞാൻ തൽക്കാലം കുറേ സാധനങ്ങൾ അതിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം അത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം, അതായത് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പം അത് കുറച്ച് എന്താ പറയുക, ബൾക്കിയായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്, കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു വൃത്തിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അത് ഇന്നേക്ക് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വ്ളോഗ് ചെയ്യുമ്പോഴും അതതിൽ കാണിക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴേ കുറേ സാധനങ്ങൾ വൃത്തിക്ക് അതിൽ ഒതുക്കി വെക്കാം. പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ വീതിയുള്ള ഒരു ഓർഗനൈസർ കണ്ടിട്ടുണ്ട് ആമസോണിൽ, അത് വാങ്ങിച്ചാലോ എന്നൊരു പ്ലാനും കൂടെ ഉണ്ട്. എന്തായാലും നോക്കാം. ഞാനും ഏകദേശം അകത്തിങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കെട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ കളർ സേഫ്റ്റി പിൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പണ്ട് വാങ്ങിച്ചത്. പണ്ട് പറഞ്ഞാൽ ഒരുപാട് പണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും കളയാണ്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു കവറിലിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല, പക്ഷെ അത് കളയാനും വയ്യ. അപ്പോൾ ഇതിലിട്ട് ഇപ്പോൾ ഇതിലിട്ട് അവിടെ ഇവിടെയൊക്കെ പിന്നെ ഇതുപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡെസ്ക് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അതിൽ ഞാൻ എൻ്റെ ഡെസ്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അതായത് എൻ്റെ ഓൾറെഡി ഉള്ള ഡെസ്ക് ഞാൻ മാറ്റിയിട്ട് എന്താ പറയുക, ഇങ്ങനെ പറയാമെന്നെങ്കിൽ അറിയില്ല, അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഡെസ്കിൻ്റെ ബാക്കി പോർഷൻ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാബിനറ്റ് ചെയ്യാം. എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ പോകും, ഈ ബുക്സ്. അതായത് നമ്മൾ യൂസ് ചെയ്യും, എന്നാൽ നമുക്ക് അത്ര പെട്ടെന്ന് ആവശ്യമില്ല, നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ എനിക്ക് ആ ഡെസ്കിൻ്റെ കുറേ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മറ്റേത് ആ ഡെസ്ക് എന്താ പറയുക കുഴപ്പമില്ല, പക്ഷേ അതിൽ കുറേ സ്പേസ് ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാൽ അത് എന്താ പറയുക ഓപ്പൺ ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഇമാജിനേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കിവിടെ അടുത്തൊരു കാർപ്പൻ്റർ ഉണ്ട്, അപ്പോൾ ആളെ വെച്ചിട്ടും അതന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പെഗ് ബോർഡ് ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ പെഗ് ബോർഡ് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പെഗ് ബോർഡ് ആയിരുന്നു. ഇതെനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റിൽ എൻ്റെ ഡെസ്കിൻ്റെ പൊസിഷൻ ഇവിടെ അല്ലായിരുന്നു, അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ ഇതൊക്കെ പറിച്ചെടുത്ത് എൻ്റെ പെയിൻ്റൊക്കെ ആകെ വൃത്തികേടായി. പിന്നെ അത് ഞാൻ ലണ്ടനിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്ക് തോന്നി വോളിൽ സ്റ്റിക്ക് ചെയ്യണ്ട, മീൻസ് ആകെ മെസ്സപ്പായിട്ടുണ്ടായിരുന്നു വോളൊക്കെ. അപ്പോൾ ഞാൻ റീപെയിൻറ്റ് ചെയ്ത് റൂം മൊത്തത്തിൽ. എന്നിട്ടൊരു പെഗ് ബോർഡ് കണക്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് ഞാൻ അതായത് ആ സ്റ്റിക്കേഴ്സ് വാളിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ അതുമേലുള്ള ഗമ്മ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ഥാനത്തൊക്കെ പെയിൻറ്റ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതായത് എൻ്റെ ഇപ്പം നിലവിലുള്ള ഡെസ്കിൻ്റെ ആ ഒരു ഏരിയയിൽ പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോഴേക്കും ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും പെഗ് ബോർഡിൽ ഹാങ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ചിലപ്പോൾ അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു പെഗ് ബോർഡ് കണക്ടർ വാങ്ങിച്ച് ആമസോണിൽ നിന്ന്, ഐക്യയുടെ തന്നെ. പക്ഷെ അതിലേക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി, അതെൻ്റെ കുഴപ്പം തന്നെ ആയിരുന്നു. അത് ഞാൻ അതിൻ്റെ ഷോർട്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പെഗ് ബോർഡ് കണക്ടർ വെച്ചപ്പോഴും എനിക്ക് കുറേ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റി. പിന്നെ എനിക്ക് കുറച്ച് ടെമൂത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഞാൻ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്കൊക്കെ ഓൾറെഡി പാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നപ്പോഴും അതിൻ്റെ പാക്കേജിംഗ് ഒന്നും കളയാണ്ട് അതുപോലെ തന്നെ കൊണ്ടുവന്നു നാട്ടിലെത്തിയിട്ട് ഫ്രീ ആകുമ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഈ ദിവസം ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചതായിരുന്നു അതിൽ കാണിച്ചത്. പിന്നെ ഞാൻ അതെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും, അപ്പോൾ ഇതിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്കറിയാം എൻ്റെ ഈ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് ടെമോ ഹോൾസ് തന്നെയാണ് അധികം, കുറച്ചും കൂടെ ഉണ്ട് ടെമോ ഹോൾസും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമയോടെ കണ്ടിരിക്കുക കേട്ടോ, അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതെന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തല്ലോ, പിന്നെ വാങ്ങിയ സാധനങ്ങൾ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും പിന്നെ ഒരു കോണ്ടൻ്റ് ആണല്ലോ അത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ 2 മെറ്റൽ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ ആണോ യെല്ലോ ആണോ രസം അങ്ങനെ നോക്കി, പിന്നെ എനിക്ക് ബ്ലൂ ആ രസം തോന്നി, അപ്പോൾ ഞാൻ ബ്ലൂവിലേക്ക് വെച്ചു. പിന്നെ ഈ ഒരു കീ ചെയിന് ഇത് ഈ പെഗ് ബോർഡിൽ ഹാങ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ അതായത് ഇന്നലെ ഞാനിങ്ങനെ അത് ജസ്റ്റ് ഗാലറി ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ പഴയൊരു വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പ് കണ്ടതിൽ. അപ്പോൾ അതിലത്തെ എൻ്റെ ഡെസ്കിൻ്റെ സെറ്റപ്പും പിന്നെ എൻ്റെ ഡെസ്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സമയത്ത് വളരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഡെസ്കിൽ. അന്നത്തെ ഡെസ്ക് സെറ്റപ്പും ഇപ്പോഴത്തെ
മൂന്നും ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് 3 അല്ല 4 ഞാൻ പിന്നെ ലണ്ടനിൽ അവിടെ സെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഡെസ്ക് സെറ്റപ്പും 4 തരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിലൊരു വൈറ്റ് ടച്ച് ആയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഒരുവിധം വൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ എൻ്റെ മിനിമൽ ആയിട്ടുള്ള ഐറ്റംസിനോട് കുറച്ചും കൂടെ പൊതുവേ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഒബ്സഷൻ ഉണ്ട് തോന്നുന്നു. ഇനി അടുത്തത് ഞാൻ അതായത് മുമ്പ് യൂസ് ചെയ്തിരുന്ന കുറച്ച് പെൻസ് ആയിരുന്നു. ഇത് ഞാൻ UK പോയ സമയത്ത് ഈ ഒരു പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതായത് ഇപ്പോൾ കുറച്ച് പെൻ ഹോൾഡേഴ്സ് ഉണ്ട്, അതിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ പെൻസൊക്കെ ഈ പൗച്ചിലിട്ട് വെച്ചിട്ട് ആകെ കറ പിടിച്ച് തോന്നുന്നുണ്ട്. ഒക്കെ പൊടി പിടിച്ചിട്ട് ആകെ വൃത്തിയായിട്ടുണ്ട്. ഒരുവിധ സാധനങ്ങളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഞാനൊക്കെ വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പെൻസ് ഈ ഒരു പെൻ ഹോൾഡറിൽ ഇട്ട് വെക്കുന്നുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു പെൻ ഹോൾഡർ ആയിരുന്നു കേട്ടോ. എൻ്റെ മൈക്കിൽ ചാർജ് തീർന്നു. അപ്പോൾ ഞാൻ മൈക്കില്ലാണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം കുറേ പിള്ളേരുണ്ട് വീട്ടിൽ. പിള്ളേരെല്ലാം കൂടെ താഴെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോഴേ ഞാൻ പോസ് അടിക്കും. പിന്നെ അവരുടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ. ഭയങ്കര കഷ്ടപ്പാടാണ്. മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ സൗണ്ട്സ് കുറഞ്ഞ് കിട്ടും, മൈക്കില്ലെങ്കിലും ചിലപ്പോൾ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ ഈ പെൻസൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ 2026 വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷൻ ബോർഡ് ചെയ്യുന്ന വീഡിയോസും ബിഹൈൻഡ് ദ സീൻസ് കാണിക്കണം എന്നുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് അതായത് ടൈം കിട്ടില്ല തോന്നി ഇങ്ങനെ ആലോചിച്ചപ്പോൾ. അപ്പോൾ ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞ വിഷൻ ബോർഡ് ഞാൻ ഓരോ ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അതിന് സമയമില്ല തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിസ്റ്റത്തിൽ തന്നെ നമ്മളൊരു കൊളാഷ് പോലെ സെറ്റ് ചെയ്തിട്ട് നേരെ പ്രിൻ്റ് ഔട്ട് ചെയ്ത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി 7 months കഴിഞ്ഞു ഈ ഒരു 2026. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് മന്ത്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ വിഷൻ ബോർഡിൽ അല്ലെങ്കിൽ കുറേ വലിയ വിഷൻസ് കാണാനുള്ള ടൈമില്ല. സോ വളരെ 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 ചുരുക്കിയിട്ടുള്ള ഒരു വിഷൻ ബോർഡാണ്. കാരണം കുറച്ച് വിഷൻസ് ഫോക്കസ് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. എന്നാൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് വിഷൻസ് ആണ് 2026 ഇനി ഇതെൻ്റെ 2025 വിഷൻ ബോർഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഒരു ഇയർ എൻഡിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അന്ന് ഞാൻ ലണ്ടനിലായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കാര്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ 2026 എനിക്ക് സേവിങ് എനിക്കറിയാം കുറച്ചും കൂടെ ബെറ്റർ ആക്കണം. കുറച്ചുകൂടെ ജേർണലിങ് കാര്യങ്ങൾ ബെറ്റർ ആക്കണം. കുറേ ബുക്സ് വായിക്കണം. പിന്നെ ഒരു ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഡ്രൈവിങ് പഠിക്കണം, കാറ് പഠിക്കണം, ഡ്രൈവിങ്. പിന്നെ എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ജിം വർക്കൗട്ട്സ് ഇഷ്ടമാണ്, ഇതുവരെ മടിയൊന്നുമില്ല, പോകാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ അത് എപ്പോഴും അതായത് മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഫോക്കസ് ചെയ്യാനാണ് ആ ഒരു വിഷന് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2025 ഒരു വിഷനായിരുന്നു, ഒരു എസ്തെറ്റിക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു. അടുത്തതായിരുന്നു ഫ്ലൈറ്റിൽ വീണ്ടും യാത്ര ചെയ്യണം എന്നുള്ളത്. പിന്നത്തെ ആഗ്രഹമായിരുന്നു ലണ്ടനിലെ ക്രിസ്മസ് ഓട്ടം സീസണൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ക്രിസ്മസ് എക്സ്പീരിയൻസ് ചെയ്ത് ഓട്ടം സീസൺ എക്സ്പീരിയൻസ് ചെയ്ത് ഓട്ടമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അത് രണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ വിൻ്ററും സമ്മറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അത് സ്റ്റൈൽ ചെയ്യാൻ പറ്റി. പിന്നെ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അത്ര ബെറ്റർ ആയിട്ടില്ല, ബട്ട് ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി, അതിൽ കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഒരു മദർ സൺ എന്നുള്ള ബോണ്ട് കുറച്ചുകൂടെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് പറ്റി. പിന്നെ കുറച്ച് സേവിങ്സും. ഇതാണ് എൻ്റെ UK എത്തിയിട്ടുള്ള ഫസ്റ്റ് സേവിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെൻ്റെ 1 month അതായത് 1 month കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഏണിങ്സ് ആയിരുന്നു. അതായത് അഫിലിയേറ്റ് പ്രോഗ്രാം ത്രൂ ചെയ്തതായിരുന്നു. പക്ഷേ എന്താ പറയുക, UK എത്തിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു അറൗണ്ട് എന്താ പറയുക ഒരു 160 pound ഉണ്ട് നാട്ടിൽ, ഒരു എന്താ പറയുക 17,000 ആ ഒരു റേഞ്ചിലേക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ ഭയങ്കര പ്രൗഡാണ്. വിത്തിൻ 1 month അത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഇതിൽ. അതും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് പുതിയൊരു കൺട്രിയിൽ പോയിട്ട് പുതിയൊരു എന്താ പറയുക മനസ്സിലാവല്ലോ ആ ഒരു ഫീലിങ്സ്. അപ്പോൾ അതെല്ലാം സെറ്റായി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, മീൻസ് ആ ഒരു വിഷൻ ബോർഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിനൊക്കെ അൽഹംദുലില്ലാ അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ഞാൻ ഇനിയും അതായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജിമ്മിന് പോകാൻ, അതായത് ജിമ്മിന് പോയാലോ വിചാരിക്കുന്നുണ്ടായിരുന്നു. ടൈം ഏകദേശം ഇപ്പോൾ 12 o'clock കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂഷ്വലി 12 o'clock പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ടൈം കുറച്ച് ലേറ്റായി, കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അതായത് ജിമ്മിന് പോകുമ്പോഴുള്ള സ്കിൻ കെയർ കാര്യങ്ങളാട്ടോ ഇത്. സ്കിൻ കെയർ എന്ന് പറയാനൊന്നുമില്ല, ഞാൻ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീം ഇടും, പിന്നെ ലിപ് ബാമും, അതിന് മുകളിൽ ഞാൻ ലിപ്സ്റ്റിക്കും ലിപ് ലൈനും ചെയ്യും.
കാരണം ഉച്ച സമയത്ത് പോകുമ്പോൾ നല്ല വെയിലായിരിക്കും. സോ സൺസ്ക്രീം മസ്റ്റാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, മോയ്സ്ചറൈസർ വേണം. പിന്നെ ലിപ്സ്റ്റിക്ക് അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. അതില്ലാണ്ട് പുറത്തിറങ്ങാൻ ഇപ്പം എന്തോ പോലെയാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ജിമ്മിലെത്തി. ഇതാണ് എൻ്റെ ജിമ്മ്. ഞാൻ ജിമ്മിലെത്തി കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് കഴിഞ്ഞ് ജിമ്മിലെത്തിയത്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു ദിവസം ഞാൻ ജിമ്മിൽ മീൻസ് വർക്കൗട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി കുളിക്കാൻ പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. കുറേ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വോയിസ് ഓവർ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.